ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിലോട്ട് ഏവർക്കും സ്വാഗതം. രണ്ടാം മൂഴം അങ്ങനെ പൊടി പിടിച്ച് കിടന്ന നമ്മുടെ രണ്ടാം മൂഴം ശടകുടഞ്ഞ് എണീറ്റിട്ടുണ്ട്. ഇപ്പൊ എവിടെ നോക്കി കഴിഞ്ഞാലും രണ്ടാം മൂഴത്തിന്റെ ചർച്ചയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ആഗ്രഹമാണ്. നമ്മുടെ MD വാസുദേവൻ നായരുടെ നോവലിനെ ആസ്പദമാക്കി അദ്ദേഹം തന്നെ തിരക്കഥ എഴുതി സിനിമയാക്കാൻ വേണ്ടി തീരുമാനിച്ച ചിത്രം ഇതാണ് രണ്ടാം മൂഴം. അത് മലയാളത്തിലും ഇംഗ്ലീഷിലുമാണ് അദ്ദേഹം ഇതിന്റെ തിരക്കഥ പൂർത്തിയാക്കി വെച്ചിരിക്കുന്നത്. വർഷങ്ങളോളമായി അദ്ദേഹം അത് പൂർത്തീകരിച്ച് വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് ഈ രണ്ടാം മുഴുവൻ സിനിമയായിട്ട് കാണുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ ആഗ്രഹം മക്കളിലൂടെ തീർക്കാൻ വേണ്ടി അവരുടെ കുടുംബം മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ടാം മൂഴം ഈ നോവൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമ്മുടെ ഭീമന്റെ കണ്ണിലൂടെയുള്ള ഭീമനാണ് ഇതില് രണ്ടാം മൂഴത്തിലെ നായകൻ കഥാപാത്രം. അദ്ദേഹത്തിലൂടെയാണ് മഹാഭാരതം എന്ന കഥയിലും അദ്ദേഹത്തിന്റെ വീക്ഷണമാണ്, അദ്ദേഹത്തിന്റെ കണ്ണിലൂടെയാണ് കാണുന്നത്. എവിടെയും രണ്ടാമനായി പോയിരുന്ന ഭീമനെ പറ്റിയാണ് ഈ സിനിമ, ഈ രണ്ടാം മൂഴം പറയുന്നത്. അപ്പൊ നമ്മളിത് വായിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭീമൻ നമ്മുടെ ലാലേട്ടൻ അല്ലാണ്ട് വേറെ ഒരാളെ നമുക്ക് ഇതിനകത്ത് പ്രതിഷ്ഠിക്കാൻ കഴിയുന്നില്ല. നമുക്ക് ആ വായിക്കുമ്പോൾ തന്നെ ലാലേട്ടനിലൂടെയാണ് നമ്മളിത് വായിച്ചത്. ആ കഥാപാത്രത്തിന്റെ സങ്കടങ്ങളാണെങ്കിലും ഫൈറ്റ് ആണെങ്കിലും എന്താണെങ്കിലും അട്ടഹാസോ അലർച്ച എന്താണെങ്കിലും നമ്മൾ ലാലേട്ടനെയാണ് അത് കണ്ടുകൊണ്ടിരുന്നത്. അതിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടുവരുന്നത്. ഇതിന്റെ ആദ്യം ഇത് സിനിമയാക്കാൻ വേണ്ടി നമ്മുടെ ശ്രീകുമാർ മേനോൻ സിനിമയാക്കാനിരുന്ന ചിത്രമാണിത്, രണ്ടാം മൂഴം. അദ്ദേഹം ഇതിന്റെ തിരക്കഥ നമ്മുടെ MD നിന്ന് വാങ്ങുകയും 1000 കോടിക്ക് 2 ഭാഗങ്ങളായി ചിത്രീകരിക്കാൻ വേണ്ടിയിരുന്ന ഒരു ചിത്രമാണ്. പക്ഷെ അതിനു മുമ്പേ നമ്മുടെ ഹരിഹരൻ സംവിധാനം ചെയ്യാൻ വേണ്ടി ഇരുന്ന ഒരു ചിത്രം കൂടി ആയിരുന്നുള്ള ഇതൊക്കെ നമ്മൾ കേട്ടതാണ്. അദ്ദേഹം പക്ഷെ അത് ഒരു ചിത്രമായിട്ട് ഒരു 3 മണിക്കൂറുള്ള ഒരു സിനിമയായിട്ടാണ് ഇറക്കാൻ പറ്റും. പക്ഷെ MDക്ക് അത് പറ്റില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ആ സിനിമ 3 മണിക്കൂർ കൊണ്ട് തീർക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് അതറിയാം. അത് ഒന്നെങ്കിൽ 2 പാർട്ടായിട്ട് അല്ലെങ്കിൽ 3 പാർട്ടായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹത്തിന് അന്നും ഉണ്ടായിരുന്നു. പക്ഷെ MD ഹരിഹരന് അതിൽ അത്ര വിശ്വാസമില്ലായിരുന്നു. അത് ഒന്നാക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്ന്. പക്ഷെ നടന്നില്ല. അങ്ങനെ MD അതിൽ നിന്ന് മാറി. അങ്ങനെയാണ് ശ്രീകുമാർ മേനോൻ എടുത്തത്. ശ്രീകുമാർ മേനോൻ ഇതായിട്ട് മുന്നോട്ട് പോയിരുന്നു. പക്ഷേങ്കിൽ ഒടിയൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ MD വാസുദേവൻ നായർക്ക് ശ്രീകുമാർ മേനോനിലുണ്ടായിരുന്ന വിശ്വാസം പാടെ തല്ലി തകർന്നു പോയി. അദ്ദേഹം ആ തിരക്കഥ തിരിച്ചു വാങ്ങുകയും, കാരണം ഒരു സമയത്തിനുള്ളിൽ ഷൂട്ടിംഗ് തുടങ്ങണം എന്ന് പറഞ്ഞ ചിത്രം നടക്കാതെ പോവുകയും അദ്ദേഹം അതിന്റെ തിരക്കഥ കേസിലൂടെ അദ്ദേഹം അത് തിരിച്ചു വാങ്ങുകയും ചെയ്തു. അപ്പൊ എപ്പോഴും നമ്മൾ ലാലേട്ടനെയാണ് ഭീമനിൽ കണ്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ MD ഈ സിനിമയുടെ മോഹമായിട്ട് പിന്നോട്ട് പോയി. പക്ഷെ നമ്മളത് അറിഞ്ഞില്ല എന്നുള്ളൂ. ബാഹുബലി സംവിധാനം ചെയ്ത രാജമൗലിനെ വരെ അദ്ദേഹം സമീപിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ തിരക്കും, പക്ഷെ ഈ സിനിമയുടെ അദ്ദേഹം എത്ര കണ്ട് 100% അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്തു തീർക്കാൻ കഴിയുമോ ഇല്ല എന്നുള്ള തോന്നൽ ഒക്കെ ആവാം അദ്ദേഹം ഇതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ MD കമലഹാസനിലൂടെ നമ്മുടെ മണിരത്നത്തെ സമീപിക്കുകയും ചെയ്തു. മണിരത്നമായിട്ട് ചർച്ചകൾ മുന്നോട്ട് പോവുകയും അദ്ദേഹം ഇത് ചെയ്യാമെന്നുള്ള ഇത് തീരുമാനിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ അദ്ദേഹത്തിനും എന്താണ് അസൗകര്യം, അദ്ദേഹത്തിനും ഇത് ഫലിപ്പിച്ചെടുക്കാൻ പറ്റാത്ത ഉള്ള ഒരു പ്രശ്നമാണോ എന്തെന്നറിയില്ല. പക്ഷെ തിരക്കുകൾ പറഞ്ഞാണ് അദ്ദേഹം ഇതിൽ നിന്നും പിന്മാറിയിരിക്കുന്നത്. അതിനുശേഷം പറഞ്ഞു വരുന്നു മക്കളും നമ്മുടെ MDയുടെ നമുക്കറിയാം വിയോഗവും എല്ലാം വന്ന് ഇത് അനിശ്ചിതമായിട്ട് നിന്നു പോകും, ഇത് നടക്കില്ല, MDയുടെ സ്വപ്നം സബലീകരിക്കാൻ പറ്റില്ല എന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബം, മക്കള് എല്ലാം കൂടി ഈ സിനിമ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ചിത്രം മണിരത്നം സജക്ട് ചെയ്യുന്ന ഒരാൾ, അതിപ്പം ഋഷഭ് ഷെട്ടി ആണെന്ന് പറഞ്ഞു കേൾക്കുന്നു. ആവാതിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആവാം. അത് ഊഹാപോഹമാണ്. കാരണം അവരത് ആരാണെന്നുള്ളത് പുറത്തു വിട്ടിട്ടില്ല. ഇതിപ്പം ചാനലുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇങ്ങനെ എയറിൽ വന്നേക്കുന്ന ഒരു കാര്യമാണ് ഋഷഭ് ഷെട്ടി എന്നുള്ളത്. അത് ലാലേട്ടൻ ഭീമൻ എന്നുള്ള കഥാപാത്രം ഋഷഭ് ഷെട്ടി കൊണ്ടുപോയി എന്നുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. അതല്ല, മമ്മൂക്കയിലോട്ടും ഈ സിനിമ പോയിട്ടുണ്ടെന്നും ചർച്ചയുണ്ട്. കമലഹാസനായിരിക്കും എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പല പേരുകളിൽ ഭീമനിൽ ഇങ്ങനെ വന്നു. ഈ സിനിമ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ചർച്ച, ഇന്ത്യയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയായി മാറിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ MD വാസുദേവൻ നായർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇതൊരു മലയാളത്തിന്റെ പാൻ ഇന്ത്യൻ മൂവി ആയിട്ട് ഇറങ്ങിയേനെ. ഇത് മലയാളത്തിലായിരിക്കും ഷൂട്ട് ചെയ്യുക. മാത്രമല്ല മറ്റുള്ള ഭാഷയിലും ഒരേ സമയം ഷൂട്ടിങ് ചെയ്ത് ഇറക്കുന്ന ഒരു മലയാളം പാൻ ഇന്ത്യൻ മൂവിയാണ്. പക്ഷെ ഇപ്പം ഈ ചർച്ച ഇങ്ങനെ വന്ന് അദ്ദേഹം പോയി മക്കളിൽ വന്നു കഴിയുമ്പം ഇതിന്റെ മലയാളം എന്നുള്ളത് വിട്ടു ലക്ഷണമാണുള്ളത്.
അവരിപ്പം കന്നഡയിലോട്ടാണ് എത്തിക്കുന്നത്, അല്ലെങ്കിൽ തമിഴിലോട്ടാണ്. ഒന്നെങ്കിൽ തമിഴന്മാർ കൊണ്ടുപോയി അവരുടെ പടമാക്കിയിട്ട് എടുക്കും, അല്ലെങ്കിൽ കന്നഡയിലോ തെലുങ്കിലോ എവിടെയാണ് കൊണ്ടുപോകുന്നത് അവരുടെ പടമായിട്ട് എടുക്കും. മലയാളത്തിലൂടെ ഡബ് ചെയ്തിട്ടായിരിക്കും വരിക. മണ്ണും ചാരിയുന്നവൻ പെണ്ണും കൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ അവസ്ഥ, നമ്മൾ മലയാള സിനിമ നശിച്ച് നാരായണക്കല്ല് പിടിച്ച് കിടക്കുകയുള്ളൂ. നമ്മുടെ ഇവിടെ വിജയിക്കുന്ന വലിയ വലിയ പടങ്ങൾ അന്യഭാഷക്കാർ കൊണ്ടുപോയി റീമേക്ക് ചെയ്ത് പണം വാരും, പേരാക്കും. ദൃശ്യം തന്നെ നമുക്ക് അറിയാവുന്നതാണ്, അവരുടെ ഹിന്ദിക്കാരുടെ ഒക്കെ പടമാക്കി മാറ്റി, തെലുങ്കന്മാരുടെ പടമാക്കി മാറ്റി, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ആരുടെയാണ്? മലയാളത്തിന്റെ ഒരു പടം. അതുപോലെ തന്നെ ഇവിടെ വിജയിക്കുന്ന എല്ലാ പടങ്ങളും മറ്റുള്ളവർ കൊണ്ടുപോയി വലിയ പണം വാരിയും പ്രശസ്തിയാക്കുകയും ചെയ്യും. നമുക്ക് ഇപ്പോഴും ഒരു പാൻ ഇന്ത്യൻ മൂവി എടുത്തു പറയാൻ ഒരു പടം പോലും ഇല്ല. അങ്ങനെ വന്ന ഒരു നമ്മളുടെ എല്ലാവരെയും പ്രതീക്ഷ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു മൂവിയായിരുന്നു നമ്മുടെ രണ്ടാം ഊഴം. നമ്മൾ ആ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനെ അല്ലാണ്ട് വേറൊരാളെ നമുക്ക് അത് ചിന്തിക്കാൻ വരെ പറ്റില്ലായിരുന്നു. നമ്മൾ ആ രീതിയിലാണ് ആ കഥ വായിച്ച് നമ്മൾ അതിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഇപ്പൊ അറിയാൻ കഴിയുന്നത് തെലുങ്കുമാരെ അവരാരെയൊക്കെ കൊണ്ടുപോകുന്നതാണ്. അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ, ഒരു മലയാളത്തിന്റെ ഒരു പാൻ ഇന്ത്യൻ മൂവി ആയി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയും ആഗ്രഹത്തോടെയും. കാരണം ലാലേട്ടനാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ലാലേട്ടനല്ല, മമ്മൂക്കയാണെങ്കിൽ പോലും പ്രശ്നമില്ലാത്ത രീതിയിലോട്ടാണ് ഒരു മലയാളത്തിലെ ഒരു നടനാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അങ്ങനെയായി തീരട്ടെ, നല്ലൊരു മൂവി ആയി വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് വേണം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.